ഒറ്റ രാത്രി കൊണ്ട് ശ്മശാനമായി മാറിയ വയനാട്. ദുരന്തമുഖത്ത് നെഞ്ചിടിപ്പ് മാറാതെ പകച്ചു നിൽക്കുകയാണ് ഒരു ജനത. വിറങ്ങലിച്ചു നിൽക്കുന്ന ആ മനുഷ്യർക്ക് മുന്നിലേക്കാണ് കറുത്ത മാസ്ക് അണിഞ്ഞ് സൈനികന്റെ വരവ്. ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ച ആ ധീര ജവാന്റെ പേര് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഭയന്നു നിൽക്കുന്ന വയനാടൻ ജനതയ്ക്ക് അതിജീവനത്തിന്റെ ഏറ്റവും മികച്ച മാതൃകയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. തെക്കൻ കശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖലയിൽ വെച്ചായിരുന്നു അത് സംഭവിച്ചത്. തീവ്രവാദികൾ ആ ഗ്രാമത്തിലെ ഒരു മരപ്പണിക്കാരന്റെ വീട്ടിൽ കയറിക്കൂടി. മേജർ ഋഷിയെയാണ് അവരെ കീഴടക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അങ്ങനെ ഋഷിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘവും ത്രാലിലെത്തി. വഴി ഏറെ ദുർഘടമായിരുന്നു. പാറകൾക്കിടയിലൂടെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. തീവ്രവാദികളുള്ള വീടിന് സമീപത്തെ വീട്ടിലുള്ളവരെയെല്ലാം സൈനികർ ഒഴിപ്പിച്ചു. വീട് വളഞ്ഞ സൈന്യം ഉടൻ തീവ്രവാദികളോട് കീഴടങ്ങാനായി ആവശ്യപ്പെട്ടു. എന്നാൽ തീവ്രവാദികൾ പ്രതികരിച്ചില്ല. വീണ്ടും കീഴടങ്ങാനായി ആവശ്യപ്പെട്ടെങ്കിലും വീട്ടിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. കീഴടങ്ങിയില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് ഒരു വട്ടം കൂടി മുന്നറിയിപ്പ് നൽകിയതോടെ വീട്ടുകാർ പുറത്തേക്കോടി. എന്നിട്ടും തീവ്രവാദികളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാഞ്ഞതോടെ ചെറിയൊരു മോട്ടോർ ആക്രമണം നടത്തി. വീടിന്റെ ഒരു ഭാഗത്തിന് തീ പിടിച്ചു. എന്നാൽ തീവ്രവാദികളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അതോടെ സ്ഫോടനത്തിലൂടെ വീട് തകർക്കാൻ ദൗത്യസംഘം തീരുമാനിക്കുന്നു. അതിനായി വീടിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ മേജർ ഋഷി തന്നെ മുന്നിട്ടിറങ്ങി. 10 കിലോഗ്രാമോളം IEDയുമായി ഋഷി വീട് ലക്ഷ്യം വെച്ച് നടന്നു. IED ബോംബുമായി മേജർ ഋഷി അകത്ത് കയറി. അതീവ ദുഷ്കരമായ ആ ദൗത്യത്തിൽ നിന്ന് ഋഷി എന്നിട്ടും പിന്മാറാൻ തയ്യാറായില്ല. ബോംബ് സ്ഥാപിച്ച് മടങ്ങവേ ഭീകരരിൽ ഒരാൾ വെടിയുതിർത്തു. ആ വെടിയുണ്ട മൂക്കും വായും തകർത്തെങ്കിലും മേജറിന്റെ ധൈര്യം ചോർത്തിയില്ല. വെടിയേറ്റ് കിടന്ന ഋഷി ഇരു ഭീകരരെയും വകവരുത്തിയ ശേഷമാണ് ആശുപത്രിയിലെത്തിയത്. ഒരു വട്ടം പോലും കാണാൻ കഴിയാത്ത അത്ര ഭീകരമെന്നാണ് ഋഷിയുടെ പരുക്കേറ്റ മുഖം കണ്ട ഡോക്ടർമാർ പോലും പറഞ്ഞത്. തന്റെ പരുക്ക് കണ്ട് ഞെട്ടി നിന്ന ഡോക്ടർമാർക്ക് നേരെ കൈ ഉയർത്തി തംസപ്പ് കാണിച്ച് അവരെ വീണ്ടും ഞെട്ടിച്ചു ഋഷി. എന്നെ മറികടന്ന് മാത്രമേ വെടിയുണ്ട നിങ്ങളിലെത്തൂ എന്ന് തനിക്കൊപ്പമുള്ള സൈനികരോട് എല്ലായ്പ്പോഴും പറയുന്ന മേജർ ഋഷി ആ വാക്ക് പാലിച്ചു. ആശുപത്രിയിലെത്തിയ ഋഷി പിന്നീട് 35 ദിവസം ICUവിൽ കഴിഞ്ഞു. എന്നാൽ രാജ്യസേവനത്തിനായി ജീവിതം ഉഴിഞ്ഞു വെച്ച മേജർ ഋഷി വൈകാതെ സൈന്യത്തിൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു. ത്രാലിലെ ആ ദൗത്യം ഇന്ത്യൻ സൈന്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കി. പ്രദേശവാസിയും ഹിസ്ബുൾ മുജാഹിദീൻ അംഗവുമായ അക്വീബ്, പാകിസ്ഥാനിയായ ലഷ്കർ-ഇ-ത്വയ്ബ ഭീകരൻ സെയ്ഫുള്ള എന്നിവരാണ് ആ വീട്ടിലുണ്ടായിരുന്ന തീവ്രവാദികൾ. 15 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇരുവരെയും സൈന്യം വധിച്ചു. ദൗർഭാഗ്യവശാൽ ഒരു പോലീസുകാരനും വീരമൃത്യു വരിച്ചു. അതേസമയം രാജ്യത്തിന്റെ മുഖം രക്ഷിക്കാൻ തന്റെ മുഖം പകരം കൊടുത്ത ധീരനായി ലഫ്റ്റനന്റ് കേണൽ ഋഷി അറിയപ്പെടുന്നു. തീവ്രവാദികളുടെ വെടിയുണ്ടകൾ മുഖം തകർത്തെങ്കിലും തന്റെ നിശ്ചയദാർഢ്യത്തിലൂടെ ജീവിതം തിരികെ പിടിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ കുറവുകൾ കറുത്ത തുണിക്ക് പിന്നിൽ മറച്ചുവെച്ച് ധീരതയുടെയും രാജ്യസ്നേഹത്തിന്റെയും മേന്മ തുറന്നുകാട്ടുകയായിരുന്നു ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. മെക്കാനിക്കൽ ഇൻഫൻട്രിയുടെ ലഫ്റ്റനന്റ് കേണലായാണ് ഋഷി രാജലക്ഷ്മി വയനാട്ടിലെത്തിയത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി KCBയിലെ ജീവനക്കാരനായിരുന്നു. പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി. പക്ഷേ സൈനികനാകണമെന്ന അടങ്ങാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിൽ എത്തിച്ചത്. അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് ഒരു രാജ്യത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന പ്രചോദനമായിരുന്നുവെന്ന് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു.